ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ളൊരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. ഇവിടെ കോടതി ലക്ഷ്യം അല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. കടലാസ് നിങ്ങൾ അദ്ദേഹത്തെ ശല്യം ചെയ്യാതിരിക്കും. തീരുമാനിച്ചിട്ടില്ല. കുറച്ചു പേർക്ക് ജാമ്യം വല്ലാത്തൊരു അസാധാരണമായ ഒരു സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം ബാക്കിയുള്ളവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ചല്ലോ കോടതിയിൽ പോയി. ഈ കേസിൽ നിന്നും വേറെ കേസാണ്, രണ്ടും രണ്ടാണ്. അപ്പോൾ പറയുന്നതിലൊന്നും ഒരു യുക്തിയില്ല. മാത്രമല്ല, അപ്പോൾ ഈ പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ ഉന്നയിക്കപ്പെട്ട എല്ലാ അധിക്ഷേപങ്ങളെയും, അവർക്കെതിരെ നടത്തിയ മുഴുവൻ വെർബൽ അതിക്രമങ്ങളെയും സാധൂകരിക്കുന്ന, അവർക്കൊക്കെ രക്ഷാകവചം ഒരുക്കുന്ന ഒരു നിലപാട് സാമൂഹ്യ സേവനം എന്ന നിലയിൽ, അത് ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും ബോച്ചയ്ക്ക് ഒരുപോലെ എന്ന് ഈ പറയുന്ന ഫാൻ ഗ്രൂപ്പുകൾക്ക് മുദ്രാവാക്യം മുഴക്കാൻ അനുകൂലമാകുന്ന തരത്തിലൊക്കെ ഷോ കാണിക്കാം. അത് പക്ഷേ സ്വാഭാവികമായും പുറത്ത് അവനവന്റെ സ്വാതന്ത്ര്യത്തിലിരുന്ന് നിയമത്തിന്റെ കൈക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അത് കാണിക്കുക. അത് സാഹചര്യത്തെ വളരെ ഗൗരവത്തോടുകൂടി ഹൈക്കോടതി കാണുന്നു എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് വീണ്ടും അങ്ങനെ പരിഗണിക്കാൻ ഹൈക്കോടതിയുടെ അസാധാരണ നീക്കവും വരികയാണ്. രാവിലെ 10:15 അതായത് അല്പസമയത്തിനകം തന്നെ ഹാജരാകാൻ ബോബിയുടെ അഭിഭാഷകന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബോബിയുടെ അനുയായികൾ ജയിലിന് മുന്നിൽ നടത്തിയ പരാമർശങ്ങളിലാണ് നടപടിയെന്നാണ് സൂചന ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ബിനിലും അരുൺ ശങ്കറും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രണ്ടുപേരിലേക്കും നമുക്ക് പോകേണ്ടതുണ്ട്. ആദ്യം ബിനിലേക്ക് പോകാം. ബിനിൽ, ഹൈക്കോടതി ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നു. അസാധാരണമായ രീതിയിൽ കോടതി സ്വമേധയാ ആ കേസ് പരിഗണിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. ഇത് എത്രത്തോളം നിർണായകമാണ്? എന്തായിരിക്കാം ലക്ഷ്യമിടുന്നത്? മാധു, എന്തായിരിക്കും കോടതിയുടെ തീരുമാനമെന്നത് അല്പസമയത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു അസാധാരണമായ നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അസാധാരണമായ നീക്കത്തിന് അതേ നാണയത്തിൽ അസാധാരണമായ നീക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പതിവില്ലാത്ത കാഴ്ചകളായിരുന്നു ഇന്നലെ ഈ ജില്ലാ കോടതിയുടെ വളപ്പിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 100-200ഓളം പേര് ഇവിടെ സംഘടിച്ചു വരുന്നു. ബോബിയുടെ അനുയായികൾ, അതോടൊപ്പം തന്നെ മെൻസ് അസോസിയേഷൻ, ബോബിയോടൊപ്പം പഠിച്ചവർ, അങ്ങനെ ഒരു വലിയ കൂട്ടം വരുന്നു. കുറേ ആളുകൾ പ്ലക്കാർഡുകളൊക്കെ ആയി വന്നു. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പല പ്രതികരണങ്ങൾ നടത്തുന്നു. കോടതിക്കെതിരെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഇതൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഹൈക്കോടതിയെ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 10:15 ബോബിയുടെ അഭിഭാഷകരോട് ഹാജരാകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി ആ ഘട്ടത്തിൽ കോടതിയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്പം മുമ്പ് നമ്മൾ കേട്ടത് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ജയിലിനുള്ളിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ കഴിയാതെ ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നോട് പറഞ്ഞു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഒരു ദിവസം ഇവിടെ കഴിയാൻ അങ്ങ് തീരുമാനിച്ചത് എന്നാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി പറഞ്ഞിരിക്കുന്നത്. ഇതല്ല കോടതിയിൽ ജാമ്യം കിട്ടാൻ വേണ്ടി വാദിച്ചത്. ജാമ്യം കിട്ടാൻ വേണ്ടി വാദിച്ച കാര്യങ്ങൾ വേറെയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി, അതിനുവേണ്ടി കോടതി നിശ്ചയിക്കുന്ന എന്ത് വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാണ് ഹൈക്കോടതിക്ക് മുന്നിൽ പറഞ്ഞത്. പക്ഷേ ആ ജാമ്യം കിട്ടിയ ശേഷം ഇവിടെ മറ്റൊരു തരത്തിലുള്ള ഡ്രാമ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അതൊക്കെ തന്നെയായിരിക്കാം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത്. ഒരു വല്ലാത്തൊരു സാഹചര്യമാണല്ലോ ബോബി ചെമ്മണ്ണൂർ അങ്ങനെയെങ്കിലും സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഗൗരവമേറിയ കേസാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ബോധ്യമാണ്. അപ്പം അതിന്മേലാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബോബി മറ്റുള്ളവരുടെയൊക്കെ തന്നെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ട സാഹചര്യം എന്താണ് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടത്. മാത്രവുമല്ല, ഈ റിലീസ് ബോണ്ടിൽ ഒപ്പിടാതെ ഇത്രയും വൈകിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കോടതിയോടുകൂടെ ഒരു വെല്ലുവിളി കൂടിയായി മാറുന്നുണ്ട്. അങ്ങനെ ഒരു സന്ദേശം നൽകാൻ പാടുള്ളതുമല്ല. ആ നിലയ്ക്ക് ഗൗരവത്തോടു കൂടിയാണോ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ഇന്നത്തെ ഈ സംഭവവികാസങ്ങളെ കാണുന്നത്? അങ്ങനെയെങ്കിൽ കോടതിയിൽ നിന്ന് ഒരു കടുത്തൊരു പരാമർശം പോലും ഉണ്ടാകാം എന്നത് മുന്നിൽ കണ്ടുകൂടിയായിരിക്കുമോ ഇന്ന് തിടുക്കപ്പെട്ട് പുറത്തേക്ക് ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിപ്പോകുന്നത്? ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതി നടപടി തുടങ്ങുന്നതിന് ഏതാണ്ട് 20 മിനിറ്റ് മുമ്പ് ഈ ജയിൽ മോചിതനായിരിക്കുന്നു. സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന നീക്കം എന്ത് എന്നത് ആശങ്കയോടുകൂടി തന്നെയായിരിക്കും ബോബി ചെമ്മണ്ണൂറും കാണുക. കോടതി എന്തായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്, എന്തായിരിക്കും കോടതിയുടെ നിലപാട്, അത് 10:15 ഹൈക്കോടതി കൂടുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത്, ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു, കടലാസൊന്നും ജയിലിലേക്ക് എത്തിയില്ലല്ലോ എന്നതാണ്. അതായത് ഇന്നലെ റിലീസ് ഓർഡർ സമ്പാദിച്ചെങ്കിലും ആ റിലീസ് ഓർഡർ ഇന്ന് രാവിലെയാണ് ബോബിയുടെ അഭിഭാഷകർ ജയിലിലെത്തിക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബോബി പറഞ്ഞ വാചകവും
ഈ കാര്യവും കൂട്ടിവയ്ക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് ബോബി ചെമ്മണ്ണൂർ സ്വയം തീരുമാനിക്കുകയായിരുന്നു ഒരു ദിവസം ഇവിടെ തുടരാനായി. കാരണം മറ്റ് തടവുകാരുടെ പ്രശ്നങ്ങൾ കൂടി അദ്ദേഹത്തിന് പരിഹരിക്കാനുണ്ട്. കാരണം അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ തന്നെ ആദ്യ വാചകമായി തന്നെ പറയുന്നത് താൻ ഒരു ബഹുമാന്യതനായ ബിസിനസ്സുകാരനാണ്, പരോപകാരിയാണ്. ആ രണ്ട് വാചകങ്ങളോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി തന്നെ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിലിൽ ഒരു പരോപകാര പ്രവൃത്തി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ അപകടം മനസ്സിലായത് രണ്ടാമത്തെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിലാണ്. അതായത് അതിനുവേണ്ടിയാണോ ജയിലിൽ തുടർന്നതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് ആ കടലാസ് എത്തിയില്ലല്ലോ, കടലാസ് ഇന്ന് രാവിലെയല്ലേ എത്തിയതെന്നാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ചേർത്ത് വായിക്കേണ്ട കാര്യം ആ കടലാസ് എത്തിക്കാതിരിക്കാൻ പുള്ളി തന്നെ തീരുമാനിച്ചു എന്നതുകൊണ്ടാണ് ആ കടലാസ് ഇന്ന് രാവിലെ എത്തിയത്. എന്തായാലും ഇന്നലെ വൈകിട്ട് തന്നെ കോടതിയിൽ നിന്ന് റിലീസ് ഓർഡർ കിട്ടിയിരുന്നു. ആ റിലീസ് ഓർഡർ ഇന്നാണ് ഈ ജില്ലാ ജയിലിലേക്ക് എത്തിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതി നടപടികൾ പൂർത്തിയായതിനു ശേഷവും ഇന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് കോടതി സ്വമേധയാ എടുക്കുന്നുണ്ട് എങ്കിൽ അതിലൂടെ എന്തെങ്കിലും ഒന്ന് വ്യക്തമാക്കാൻ കോടതി താല്പര്യപ്പെടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അരുൺ ശങ്കർ കാക്കനാട് ജയിലിന് മുന്നിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ, അപകടം തിരിച്ചറിഞ്ഞു തന്നെയാകണം മിനിറ്റുകൾക്ക് മുൻപ് കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപ് ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനാകുന്നത് എന്നുള്ളത് തന്നെയാണ് ബിനിലും ആ തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറങ്ങിയതിനു ശേഷമുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? ബോബി ചെമ്മണ്ണൂർ തിടുക്കപ്പെട്ട് തന്നെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് എന്ന് പറയേണ്ടി വരും. കാരണം രാവിലെ മുതൽ തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ സംഘം ഇവിടെ വന്ന് വളരെ മുൻകരുതലോട് കൂടിയാണ് പെരുമാറിയത്. ഇന്നലെ വൈകിട്ട് നിരവധി ബോബി ചെമ്മണ്ണൂർ ഫാൻസുകാർ ഇവിടെ വന്ന് വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ ഇന്ന് അത് ഉണ്ടാകരുത് എന്നൊരു തീരുമാനം ഈ ബോബി ചെമ്മണ്ണൂരിന്റെ സംഘത്തിന് ഉണ്ടായിരുന്നു. ആരെയും ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ വാർത്ത പുറത്തു വന്നു, അതായത് കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുമെന്ന് വാർത്ത പുറത്തു വന്നതോടുകൂടി തിടുക്കപ്പെട്ട ഒരു സത്യവാങ്മൂലം, അതായത് കോടതി ഉത്തരവ് ജയിലിലെത്തിക്കാൻ വൈകിയത് ട്രാഫിക് ബ്ലോക്ക് മൂലമാണ് എന്ന് കൈപ്പടൽ എഴുതിയ ഒരു സത്യവാങ്മൂലം വളരെ വേഗത്തിൽ ജയിൽ അധികൃതർക്ക് കൈമാറുന്നു. അതാണ് അവസാന നിമിഷം നമ്മൾ കാണുന്ന ഓടിപ്പടച്ചുകൊണ്ടുള്ള ഒരു നീക്കം. അതിനുശേഷം 5 മിനിറ്റിനകം ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി ബോബി ചെമ്മണ്ണൂർ ആദ്യം പറഞ്ഞത് ഈ ജയിലിനകത്ത് നിരവധി കേസുകൾ, ചെറിയ ചെറിയ കേസുകളിൽ പെട്ട് പിഴ ഒടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലിൽ തന്നെ തുടരുന്ന 10-26 ആൾക്കാരുണ്ട്. അവരുടെ വിഷയം പരിഹരിക്കുന്നു.